മൂന്നുപേർ ഇരിക്കുന്നു കീർത്തിയെ വ്യാഖ്യാനിക്കാൻ. ഒന്നാമൻ പറഞ്ഞതു കേൾക്കുവിൻ കൂട്ടുകാരെ. പ്രധാനമന്ത്രിയോടൊപ്പം പ്രാതൽ നാം കഴിച്ചീടിൽ കീർത്തിമാനായി മാറും സംശയം ഇല്ലേയില്ല. അക്ഷരം പ. പാരിതിൽ കീർത്തി വേണേൽ പോംവഴിയതല്ലല്ലോ. വേണമെങ്കിൽ കേട്ടുകൊള്ളൂ ബുദ്ധൂസു തോഴന്മാരെ. രാഷ്ട്രപതി രാത്രി വിളിക്കണം ഫോണിൽ കൂടി. അതു താനേക മാർഗം തലയൊന്നു പൊങ്ങിക്കിട്ടാൻ. അക്ഷരം ര. രണ്ടഭിപ്രായങ്ങളും കേട്ടതു ബോറായല്ലോ. നേരായ കീർത്തി വേണേൽ ഞാനൊന്നു പറയാമേ. ഭക്ഷണം കഴിക്കുന്ന നേരത്ത് വന്നുകൊണ്ട് പറയണം പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റ് വിളിക്കുന്നു. അക്ഷരം ബ. ഭയപ്പെടാതിരുന്നോളൂ പൈലറ്റിൻ പ്രഖ്യാപനം. ചുഴലിയിൽ കുടുങ്ങിയ വിമാനം പ്രകമ്പനത്തിൽ. വിൻസെന്റ് ഉറക്കെയാർത്തു കർത്താവെ രക്ഷിക്കണേ. സ്വത്തിൻ്റെ പാതി ഞാൻ തന്നിടാം വീടെത്തിയാൽ. അക്ഷരം വ. വിമാനം ലാൻഡു ചെയ്തു പരിക്കൊന്നും പറ്റിടാതെ. തിക്കിയും തിരക്കിയും യാത്രികർ പുറത്തേക്ക്. പാതിരി ഒരാൾ മെല്ലെ വിൻസെന്റിനടുത്തെത്തി. ഞാനുണ്ട് നിന്റെ കൂടെ ദൈവത്തിൻ പങ്കുവാങ്ങുവാൻ. അക്ഷരം പ. പ്രാർത്ഥന രണ്ടാമത്തെ ഞാനച്ചോ ചെയ്തുവല്ലോ. എല്ലാരും സാക്ഷിയായി താഴെ നാം എത്തിയപ്പോൾ. മേലിൽ ഞാൻ വിമാനത്തിൽ കേറിയാൽ മുഴുവൻ സ്വത്തും കർത്താവിനുള്ളതാണെന്നുറക്കെ പറഞ്ഞുപോയി. അക്ഷരം മ. മേഘപാളികൾ കണ്ടു ഭൂമിയെ പൊതിയുന്ന യാത്രികർ രണ്ടുപേർ അന്തരീക്ഷത്തിൽ നിന്നും. ഇനി നാം വൈകിടാതെ ഭൂമിയിൽ തിരിച്ചെത്തും. ആഹ്ലാദത്തിമിർപ്പോടെ അന്യോന്യം പറഞ്ഞവർ. അക്ഷരം ഇ. ഇത്രയും ദിനം നമ്മൾ അന്തരീക്ഷാകാശത്തിൽ ജീവിച്ചു കഴിഞ്ഞെത്ര സുന്ദരം സുഖകരം. ഭൂമിയെ വലം വെച്ചു തീരാത്തതെന്തേ ശകടം. ക്ഷമയെൻ്റെ നശിക്കുന്നു ചാടുമെന്നതിലൊരാൾ. അക്ഷരം ഭ. ഭുജത്തിൽ പിടിച്ചോളൂ ഈ കാണും പാരച്യൂട്ട്. എന്തിനാണെനിക്കിപ്പോൾ ഇതു നീ നൽകുന്നത്? കണ്ടില്ലേ പുറത്തു നീ പേമാരി വർഷിക്കുന്നു. പാരച്യൂട്ട് കയ്യിലുണ്ടേൽ നനയാതെ രക്ഷപ്പെടാം. അക്ഷരം ക.